Hello everyone, welcome back to our YouTube channel Knowledge Junction Learn with Sweetie. മുംബൈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയ്ക്ക് 100 വയസ്സ്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ വിശേഷങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയാം. ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമനും ഭാര്യ മേരി രാജ്ഞിയും മുംബൈയിൽ എത്തിയതിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. 1910 മെയ് 6 മുതൽ 1936 ജനുവരി 20 മരിക്കും വരെ ബ്രിട്ടനിലെ രാജാവായിരുന്നു ജോർജ് അഞ്ചാമൻ. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി എന്ന പദവിയും ബ്രിട്ടീഷ് രാജാവിനായിരുന്നു. 1911 ജൂൺ 22 അദ്ദേഹത്തിൻ്റെ കിരീടധാരണം. വർഷങ്ങളോളം അടക്കിവാണ ഇന്ത്യയിലേക്ക് കിരീടധാരി എന്ന പ്രൗഢിയുമായി എത്തിയ ഏക രാജാവ് ജോർജ് അഞ്ചാമനാണ്. കിരീടധാരണത്തിൻ്റെ ഭാഗമായി നാട്ടുരാജാക്കന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ വൻ ദർബാർ സംഘടിപ്പിക്കുകയുണ്ടായി. 1911 ഡിസംബർ 12 ഡൽഹി ദർബാർ സംഘടിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി ബ്രിട്ടീഷ് രാജാവ് അന്ന് ഡൽഹി ദർബാറിൽ പങ്കെടുത്തു. ആ സദസ്സിൽ വെച്ചാണ് ഡൽഹിയെ രാജ്യതലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ദർബാറിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ജോർജ് അഞ്ചാമനും രാജ്ഞിയും 1911 ഡിസംബർ 2 മുംബൈയിൽ കപ്പലിറങ്ങിയത്. ബ്രിട്ടൻ്റെ രാജാവ് എന്ന നിലയിൽ ഇന്ത്യയിലെത്തിയ ആദ്യ രാജാവിനോടുള്ള ബഹുമാനാർത്ഥം ഒരു ചരിത്ര സ്മാരകം നിർമ്മിക്കുക എന്ന ആശയത്തിൽ പിറന്നതാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. 1911 തറക്കല്ലിട്ടത്. 1924 ഡിസംബർ 4 ഉദ്ഘാടനം. മുംബൈയുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഇന്നും നഗരത്തിൽ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. Thank you.